ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നോർമലി നമ്മൾ ഈ ഒരു ചാനലിൽ ചെയ്യുന്ന വീഡിയോസ് ടീച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുന്ന വീഡിയോസ് ആണ്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് കുറച്ച് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് പറയാനുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ആർക്കെങ്കിലും കുറച്ച് പേർക്കെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു 1-2 പേർക്കെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, എന്നെ ഫോളോ ചെയ്യുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ആർക്കെങ്കിലും ഒരു ഹെൽപ്പ് ഈ ഒരു വീഡിയോ കൊണ്ട് കിട്ടട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു, കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തംബ്നെയിൽ കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോസ് കുറച്ച് ഓപ്പർച്യൂണിറ്റീസ്, കുറച്ച് വാക്കൻസീസിനെ കുറിച്ചിട്ട് ഉള്ള വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു 3 കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ആ 3 കാര്യം, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, ഇതൊരു പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്കൂളിനെ സപ്പോർട്ട് ചെയ്യാനോ ആരെങ്കിലും ഒരു പർട്ടിക്കുലർ ആളിനെ പ്രൊമോട്ട് ചെയ്യാനോ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ അല്ല. ഈവൻ ഞാൻ സ്കൂൾ നെയിം പോലും വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നില്ല. ഫസ്റ്റ് വൺ അതാണ്. സെക്കൻഡ് വൺ, എനിക്ക് ഇതുകൊണ്ട് ഒരു ബെനിഫിറ്റും ഇല്ല. മീൻസ് എനിക്ക് എന്തെങ്കിലും കമ്മീഷൻ അടിക്കാനോ കാര്യങ്ങളോ അതിനൊന്നും വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ അല്ല ഇത്. അതാണ് രണ്ടാമത്തെ കാര്യം. ആർക്കെങ്കിലും എന്തായാലും നമുക്ക് കുറച്ച് വേക്കൻസീസ് ഉണ്ട്, ആരെങ്കിലും ഒക്കെ അവിടെ ഫിൽ ആവുകയും ചെയ്യും. അപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ആർക്കെങ്കിലും ഇതുവഴി ഒരു പ്രയോജനം കിട്ടുകയാണെങ്കിൽ അതിനുള്ള ഒരു സന്തോഷമാണ് ഞാൻ ഇതിൻ്റെ ഒരു ഇതായിട്ട് എടുക്കുന്നത്. അല്ലാതെ ഇത് ഒരു പേയ്മെൻറ്റിനോ ഒരു കമ്മീഷനോ അങ്ങനെയൊന്നും വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല. രണ്ടാമത്, അടുത്ത കാര്യം, മൂന്നാമത് എന്ന് പറഞ്ഞാൽ തീർത്തും ജെന്യൂൻ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ജസ്റ്റ് ഇത് പല പല ഗ്രൂപ്പുകളിൽ, ഇപ്പോൾ സോഷ്യൽ മീഡിയാസിലൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഒരുപാട് വേക്കൻസീസിനെ കുറിച്ചിട്ടുള്ള വീഡിയോസ് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തു പോകുന്നത്, അല്ലെങ്കിൽ ഇന്ന വേക്കൻസി ഇവിടെ ഹയർ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരുപാട് ഇൻഫോർമേഷൻസ് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്നത് പല ഗ്രൂപ്പുകളിലായിട്ട് നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഇത് അതുപോലെയുള്ള എവിടെ നിന്നെങ്കിലും സർക്കുലേറ്റ് ചെയ്തു വന്ന കുറച്ച് വാക്കൻസീസ് നിങ്ങളോട് പറയല്ല. ഞാൻ വർക്ക് ചെയ്യുന്നതും ഞാൻ നേരത്തെ വർക്ക് ചെയ്തതും ആയിട്ടുള്ള സ്കൂളിൽ എനിക്ക് പേഴ്സണലി അറിയാവുന്ന ജെന്യൂൻ ആയിട്ടുള്ള കുറച്ച് വേക്കൻസീസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ നാലാമതായിട്ട്, ഞാൻ ഒരിക്കലും ഗ്യാരണ്ടി പറയുന്നില്ല ഇതിന് നിങ്ങൾക്ക് ജോലി ഉറപ്പാണ്, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഞാൻ ജോലി തരാമെന്നുള്ള ആ ഒരു രീതിയിലൊന്നല്ല ഈ വേക്കൻസി ഞാൻ പറയുന്നത്. പിന്നെ നമുക്കറിയാം ബാക്കി ജോലിയിലൊക്കെ ഒരു പക്ഷേ റെഫറൻസ് വഴിയൊക്കെ നമുക്ക് കയറാൻ പറ്റുമായിരിക്കും. പക്ഷേ ടീച്ചിങ് ജോബിൽ ഒരിക്കലും അങ്ങനെ കയറാൻ പറ്റുമെന്ന് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നില്ല. കാരണം ടീച്ചിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം എബിലിറ്റി നമുക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മൾ അവിടെ ഹയർ ചെയ്യുള്ളൂ. നമ്മുടെ ഡെമോ ക്ലാസ് പെർഫെക്റ്റ് ആണ്, ഒരു ടീച്ചറായിട്ട് നിങ്ങൾക്ക് ഒരു ക്ലാസ് റൂം മാനേജ്മെന്റ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സബ്ജക്ട് നോളജ് ഉണ്ട്, ഇതൊക്കെ പ്രൂവ് ചെയ്താൽ മാത്രമേ നിങ്ങളെ എന്തായാലും ഹയർ ചെയ്യുള്ളൂ. അതുകൊണ്ട് അത് ഞാൻ ഉറപ്പ് പറയുന്നില്ല. പിന്നെ ലാസ്റ്റായിട്ട് പറയുന്നത്, എനിക്ക് നിങ്ങളെ റെഫർ ചെയ്യാനൊന്നും പറ്റില്ല. ആകെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ സ്കൂളിലെ വൈസ് പ്രിൻസിപ്പളുമായിട്ട് ഇത്രയും വേക്കൻസി കണ്ടപ്പം വൈസ് പ്രിൻസിപ്പളുമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ ഇങ്ങനെ ഞാൻ കുറച്ച് CVs തന്നു കഴിഞ്ഞാൽ ഇൻ്റർവ്യൂസ് കിട്ടുമെന്നുള്ള കാര്യം സംസാരിച്ചിരുന്നു. അപ്പോൾ നിങ്ങൾ ക്വാളിഫൈഡ് ആണെങ്കിൽ, എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, വീഡിയോയിൽ ഞാൻ പറയാം എന്തൊക്കെ ക്രൈറ്റീരിയാസ് ആണ് വേണ്ടത്. ഇതൊക്കെയും നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ CV എനിക്ക് ഡയറക്റ്റ് അവിടത്തേക്ക് എത്തിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ അവർ ഇൻ്റർവ്യൂവിന് നിങ്ങളെ വിളിക്കുന്നതും നിങ്ങൾ അവിടെ പെർഫോം ചെയ്യുന്നതും അതൊന്നും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് നിങ്ങളുടെ CV ഡയറക്റ്റ് ആയിട്ട് എനിക്ക് അവരുടെ കയ്യിൽ എത്തിക്കാൻ പറ്റും. ഇത്രയൊരു കാര്യമാണ് എനിക്കിവിടെ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ. അപ്പോൾ ഞാൻ വേക്കൻസീസിനെ കുറിച്ചിട്ട് പറയാം. ലോങ് ആയിട്ടൊന്നുമല്ല, ഞാൻ ഷോർട്ടായിട്ട് ഏതൊക്കെ വേക്കൻസീസ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാം. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് എനിക്കിപ്പോൾ കെമിസ്ട്രി ടീച്ചറിൻ്റെ 2 വേക്കൻസീസ് ഉണ്ട്. ഓക്കെ, കെമിസ്ട്രി ടീച്ചറുടെ ഫസ്റ്റ് വേക്കൻസി പറഞ്ഞാൽ ഞങ്ങളുടെ ആ ഒരു കാറ്റഗറിയിൽ ഹയർ സെക്ഷനിൽ, ബ്രിട്ടീഷ് സെക്ഷനിലാണ്, ഹയർ ക്ലാസ്സസ് ആണ്. അതായത് IGCSE, AS, A ലെവലിന് വേണ്ടിയിട്ടാണ് ടീച്ചേഴ്സിനെ നോക്കുന്നുള്ളത്. അതായത് ഇയർ 10, 11, 12, 13 ഇത്രയും ക്ലാസ്സിന് പഠിപ്പിക്കാൻ പറ്റുന്ന കെമിസ്ട്രി ടീച്ചേഴ്സിനാണ് നോക്കുന്നത്. പിന്നെ ഇവിടെ മസ്റ്റായിട്ടും എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രമേ പ്രിഫർ ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ, ചുമ്മാ നിങ്ങൾ ഫ്രഷേഴ്സ് ഒന്നും CV അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് എന്തായാലും ഫോർവേഡ് ചെയ്യാൻ പറ്റില്ല. അവരുടെ തെറി ഞാൻ കേൾക്കും. എന്നുവെച്ചാൽ ഇതുപോലെയുള്ള പോസ്റ്റുകളിൽ, A ലെവലിനൊക്കെ പഠിപ്പിക്കുന്ന പോസ്റ്റുകളിൽ എക്സ്പീരിയൻസ് ഇല്ലവർക്ക് മാത്രമേ ഇൻ്റർവ്യൂസ് കിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത്. ഫ്രഷേഴ്സിൻ്റെ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ തീർച്ചയായിട്ടും പറയുന്നതാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ എനിക്ക് CV കിട്ടിക്കഴിഞ്ഞാൽ ഞാനതൊന്ന് നോക്കിയിട്ട് അതിൽ ഇവർക്ക് ചാൻസ് ഉണ്ടെന്ന് തോന്നുന്ന CVs മാത്രമേ ഞാൻ ഫോർവേഡും ചെയ്യുള്ളൂ കേട്ടോ. ഓക്കെ, അതല്ലാതെ കാര്യമില്ല, അവരെന്തായാലും ഇൻ്റർവ്യൂ തരില്ല. എന്നുവെച്ചാൽ AS, A ലെവൽ എക്സ്പീരിയൻസ് മസ്റ്റ് ആയിട്ടുള്ള ഒരു കെമിസ്ട്രി ടീച്ചർ. പിന്നെ അമേരിക്കൻ സെക്ഷനിലേക്ക് വീണ്ടും ഒരു കെമിസ്ട്രി ടീച്ചറിൻ്റെ വേക്കൻസി ഉണ്ട്. അതൊരു പക്ഷേ
എക്സ്പീരിയൻസ് മീൻസ് UAE എക്സ്പീരിയൻസ് വേണം വെച്ചാൽ ബ്രിട്ടീഷ് ഈ ഒരു പർട്ടിക്കുലർ ഇതിൽ എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും പ്രിഫർ ചെയ്തേക്കാം. ഓക്കെ, ഈ അമേരിക്കൻ കെമിസ്ട്രി ടീച്ചറിൻ്റെ. ഓക്കെ, പിന്നെ എനിക്കൊരു ബയോളജി ടീച്ചർ, സയൻസ് പ്ലസ് ബയോളജി ടീച്ചറിൻ്റെ വേക്കൻസി ഉണ്ട്. അതായത് ഒരു ഗ്രേഡ് 7, 8, ഇയർ 7, 8, 9 ഈ ക്ലാസ്സിനൊക്കെ, ഇയർ 8-നൊക്കെയുള്ള സയൻസും പിന്നെ ഇയർ 10-ന് പഠിപ്പിക്കാൻ പറ്റുന്ന ബയോളജിയും പറ്റുന്ന ടീച്ചേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ബയോളജി ടീച്ചറിൻ്റെ വേക്കൻസി. പിന്നെ ഹയർ സെക്ഷനിലേക്ക് ഒരു അക്കൗണ്ടൻസി ടീച്ചറിൻ്റെ വേക്കൻസി ഉണ്ട്, അതൊരെണ്ണം. പിന്നെ ഒരു എൻവയോൺമെൻറ്റൽ സ്റ്റഡീസിൽ ഒരു ടീച്ചറിൻ്റെ വേക്കൻസി ഉണ്ട്. ബിസിനസ് സ്റ്റഡീസിൽ ഒരു ടീച്ചറിൻ്റെ വേക്കൻസി ഉണ്ട്. പിന്നെ അമേരിക്കൻ സെക്ഷനിലേക്ക് മാത്തമാറ്റിക്സിൽ ഒരു വേക്കൻസി ഉണ്ട്. പിന്നെന്താ, സോഷ്യോളജിയിൽ ഒരു വേക്കൻസി ഉണ്ട്. ഇത്രയും വേക്കൻസിയാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്ന വേക്കൻസീസ്. അപ്പോൾ എനിക്ക് തോന്നുന്നു മോസ്റ്റ്ലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ബ്രിട്ടീഷ് സെക്ഷനിൽ, എസ്പെഷ്യലി ബ്രിട്ടീഷ് സെക്ഷനിലേക്ക് നോക്കുമ്പോൾ മോസ്റ്റ്ലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, ദാറ്റ് ഈസ് ഫോർ ഷുവർ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഇൻ്റർവ്യൂ കൊടുക്കുകയുള്ളൂ. അമേരിക്കൻ സെക്ഷനിൽ ഒരു പക്ഷേ നോട്ട് ഷുവർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഉള്ളവരെ മാത്രമേ പ്രിഫർ ചെയ്യുള്ളൂ. അല്ലാത്ത പക്ഷം ഒരു പക്ഷേ ഇൻ്റർവ്യൂവിന് ചാൻസ് കിട്ടിയേക്കാം. അപ്പോൾ വേക്കൻസീസ് ഒക്കെ ഇതൊക്കെയാണ്. ബ്രിട്ടീഷ് സെക്ഷനിലും അമേരിക്കൻ സെക്ഷനിലുമാണ് ഹയർ ചെയ്യുന്നത്. ഇൻ്റർവ്യൂ ഓൾറെഡി ജസ്റ്റ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ക്വിക്കായിട്ട് ഒന്ന് നിങ്ങൾക്ക് എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്നെ അറിയിക്കും, അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ ഇമെയിൽ ID എന്തെങ്കിലും കൊടുത്താലും മതി. എന്നിട്ട് പറയൂ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ്. ദയവ് ചെയ്തിട്ട് ഇപ്പോൾ ഈ ഒരു ക്വാളിഫിക്കേഷൻ ഒന്നും മീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ വെറുതെ നിങ്ങൾ ഇത് ചെയ്യേണ്ട കാര്യമില്ല. എന്തായാലും ഇൻ്റർവ്യൂവിന് അവർ വിളിക്കില്ല. എനിക്കിതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. നേരത്തെ പറഞ്ഞ പോലെ ഈ CV ഒന്ന് അവിടെ എത്തിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ ഇതിൻ്റെ പുറത്തൊരു പേഴ്സണൽ താല്പര്യം ഉണ്ടെന്ന് കൂടി കൂട്ടിക്കോ. എന്താ വെച്ചാൽ എന്തായാലും നമ്മൾ ആരെങ്കിലും ഒക്കെ ടീച്ചറിനെ ഹയർ ചെയ്യും. അപ്പോൾ കുറച്ച് മലയാളീസ് ഒക്കെ ആണെങ്കിൽ ഞങ്ങളുടെ ആ ഒരു സെക്ഷനിൽ ഞങ്ങൾ ആകെ 2 മലയാളി ടീച്ചേഴ്സ് മാത്രമേ ഉള്ളൂ നിലവിൽ. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു പേഴ്സണൽ താല്പര്യം കൂടി ഉണ്ട്. നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും കൂടെ വർക്ക് ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ ഓക്കെ, അപ്പോൾ എന്താണ് ഇങ്ങനെ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കൂ, നമുക്ക് മാക്സിമം നോക്കാം. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇനി ഫ്രഷേഴ്സിന് എന്തെങ്കിലും വേക്കൻസി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയുന്നതായിരിക്കും. ആർക്കെങ്കിലും ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.